പുതിയ സിനിമകൾ? സിനിമ ഞാൻ ഇപ്പം നേരത്തെ ഒരു ഒരു ഡ്രൈവറുടെ ഒരു ഇത് പറഞ്ഞില്ല, അതിന് പേരിട്ടിട്ടില്ല. വിഷ്ണു ആണ് അതിൻ്റെ ഡയറക്ടർ. പെട്ടെന്ന് വന്നൊരു സിനിമയാണ്. 10-14 ദിവസം ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ക്യാരക്ടർ, രാഘവൻ എന്ന് പറഞ്ഞൊരു ഒരു ക്യാരക്ടർ. പിന്നെ സിനിമ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ കൂടെ നമ്മൾ നടന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഇപ്പോഴും അതായത് പുതിയ പുതിയ ആളുകൾ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓഡീഷനാണ് എല്ലാതും. ഓഡീഷൻ എടുക്കുന്നു, അവരൊരു സിനിമ കഴിഞ്ഞ് പോകുന്നു. ചിലരവിടെ പിടിച്ചു നിൽക്കുന്നു, 1-2 സിനിമ കഴിഞ്ഞ് പോകുന്നു. പക്ഷെ നമ്മൾ ഇപ്പോഴും അതിൻ്റെ നമുക്ക് കിട്ടുന്ന സിനിമകൾ നമ്മൾ ചെയ്യുന്നു. ബാക്കിയുള്ളത് എന്തായി, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും കാര്യങ്ങളായിട്ട് നമ്മൾ ഓരോ പുറത്ത് യാത്രകൾ. ഈ പുറത്തെ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വലിയൊരു കലാകാരനായിട്ട് ഇത് ചെയ്യുന്നതല്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധങ്ങളുണ്ട്. ആ സ്നേഹബന്ധമാണ് അതായത് പണ്ടൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്ന ഇഷ്ടംപോലെ ആൾക്കാർ. ഇപ്പം ഞാനിപ്പോൾ UK പോകുമ്പോഴും സിംഗപ്പൂർ പോകുമ്പോഴും നമ്മൾ അമേരിക്ക പോകുമ്പോഴും ഒക്കെ നമ്മുടെ പഴയ ആരാധകരാണ് അവിടെയുള്ളത്. അവരാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഏകദേശം ഒരു 50-55 വയസ്സൊക്കെയുള്ള നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പം നമ്മുടെ ഈ പുട്ടുകച്ചവടവും ദേമാവലി കൊമ്പത്തൊക്കെ കേട്ട ആൾക്കാരാണ്, സിനിമാല കണ്ട ആൾക്കാരാണ്. ആ ഒരു ബന്ധമാണ് അവരൊക്കെ നമ്മളെ വീണ്ടും ഒരു ഷോക്ക് വിളിക്കുന്നതും അല്ലെങ്കിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ ബന്ധം കീപ്പ് ചെയ്യണതും ഒക്കെ അന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതാണ്. പിന്നെ വരുന്ന കലാകാരന്മാരോട് നമുക്ക് പറയാനുള്ളത് ആ ബന്ധങ്ങളാണ് നമ്മളെല്ലാ ഉന്നതിയിലേക്ക് എത്തിക്കുന്നത്. പണ്ട് നമ്മുടെ സമയത്തെല്ലാം മിമിക്രി നടത്തിയ കലാകാരന്മാർ സിനിമയ്ക്ക് വേണ്ടി ശ്രമിച്ചവരെല്ലാം ഇന്ന് സിനിമയിലുണ്ട്. സത്യം. അരപ്പ് ജയസൂര്യ ആണെങ്കിലും സലീം കുമാർ ആണെങ്കിലും ടിനി ടോം ആണെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടി മിമിക്രിയുടെ കൂടെ അവരന്നൊരു ശ്രമം നടത്തിയിരുന്നു. അവരൊക്കെ ഉണ്ട്. അവരെല്ലാം സിനിമയിലുണ്ട്. ശ്രമം നടത്താത്തവര് സിനിമയിലില്ല. ശ്രമം നടത്തണം സിനിമയ്ക്ക് വേണ്ടി, എന്നാലാണ് സിനിമയിൽ. നമുക്ക് പറഞ്ഞ പോലെ സിനിമയ്ക്ക് നമ്മളെ വേണ്ട, നമുക്ക് സിനിമ വേണം. ശരി, അതൊരു സത്യം തന്നെയാണ്. അതായത് ഒത്തു കിട്ടുമ്പോഴാണല്ലോ നമുക്ക്, കാരണം ഒത്തു കിട്ടുമ്പോഴാണ് നമുക്ക് ഇത് ചിലപ്പോൾ ഒരു ഇതായിരിക്കാം ചിലപ്പോൾ. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ട്രിപ്പുകൾ ജോഷി സംവിധാനം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് പുറം രാജ്യങ്ങളിലൊക്കെ. മലയാളം എന്ന് പറയുന്ന പരിപാടികൾക്ക് പൊതുവെ ആളുകൾ കുറവാണ്. പുറത്തൊക്കെ അവിടെ നോക്കുമ്പോൾ ഇപ്പം എന്നെ കൊണ്ടുപോകുന്ന UK ഈവൻറ്റ്സ്, അവർ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. അതിനിടയ്ക്ക് അവരിപ്പോഴും മലയാളം പ്രോഗ്രാം കൊണ്ടുപോയി. പക്ഷെ അത് അവർക്ക് അത്രയും അത് വിജയകരമായും പറ്റില്ല. പക്ഷെ ഉദിത് നാരായണൻ, അൽക്കാനിക്ക്, മറ്റേ എന്താ നമ്മുടെ പാട്ടുകാരി ഉണ്ടല്ലോ, അവരൊക്കെ കൊണ്ടുപോകുന്ന ഷോ ഗംഭീര വിജയങ്ങളാണ്. നമ്മൾ പോകുന്നത് ഈ ഓണക്കാലത്താണ്. നമ്മൾ ഒരു ഉത്സവ സീസണിലാണ്. ഓൺലി മലയാളി. അത് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ കുട്ടികൾ, അവരുടെ ആളുകൾ, അവരുടെ പരിപാടി, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു 2 മണിക്കൂർ പരിപാടി. ചിലപ്പോൾ അങ്ങനെ പോയിട്ട് അവസരം കിട്ടാറുണ്ടോ? പിന്നെ ഇതിപ്പോൾ നമ്മൾ ദുബായിൽ പല ഓണാഘോഷം, സംഘടനയുടെ ഓണാഘോഷം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഒരു നീണ്ട പരിപാടി ഉണ്ട്. ഇല്ല, അവിടെ ഇല്ല. ഈ UK ശരിക്കും എന്താ പറയുക, അവർ പക്ക പ്ലാനിങ് ആണ്. പക്ക പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഗ്രാമും പക്ക പ്ലാനിങ് ആണ്. പുതുമ അവർ കണ്ടെത്തുന്നത്. അവർക്ക് ഇഷ്ടം പോലെ സമയമാണ്. അവർ ഈ ജോലി ചെയ്തിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ബഹ്റൈനിൽ തന്നെ ഒരുപാട് സമാജങ്ങളുണ്ട്. അവിടെ ഒക്കെ അവർ ഓരോ പ്രോഗ്രാം, അതുപോലെ നല്ല നാടകങ്ങൾ വന്ന് അവർ കളിക്കും. തീർച്ചയായിട്ടും. അപ്പം അതിനൊക്കെ അവർ സമയം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കും അവരൊരു ഓരോ അവസരങ്ങൾ. ഇപ്പോൾ എല്ലായിടത്തും കലാകാരന്മാരുണ്ട്. പണ്ട് കൊച്ചിയിൽ നിന്നും ഒക്കെ കലാകാരന്മാരെ കൊണ്ടുപോയി ഒരു പ്രോഗ്രാം ചെയ്യും. ഇപ്പം നമ്മളെ കൊണ്ടുപോയാൽ തന്നെ അവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ചെയ്യാൻ സമയമില്ല. അതായത് അവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം. ഇപ്പം അവിടെയൊക്കെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ടാണ്. അവരുടെ പരിപാടികളും അവരുടെ ഇനാഗുറൽ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ 11 മണിക്ക് ഒരു ഓണസദ്യയാണ്. ഓണസദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണി വരെ നീണ്ടു നിൽക്കുന്ന ഓണസദ്യ. ആ ഓണസദ്യ കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ ഷോ തുടങ്ങി. അവരുടെ 1 മണിക്കൂർ പരിപാടി, നമ്മുടെ ഒരു 2 മണിക്കൂർ പരിപാടി തീരുമ്പോൾ ഒരു 7 മണിയും. അവർ ശരിക്കും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കും. തീർച്ചയായും ശരിയാ. ഞാൻ ഈ അടുത്തിറങ്ങി മസ്കറിൽ 3-4 ഷോ ചെയ്തു. ഇത് തന്നെ. അതായത് അവരാണ് ആഘോഷിക്കുന്നത്. അതിന് അവർ പക്ക പ്ലാനിങ് ആണ്. അത് മാത്രമല്ല, അവർ ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു, റംസാൻ, ഇങ്ങനെ 3 ആഘോഷങ്ങളാണ് അവിടെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈസ്റ്റർ, വിഷു, റംസാൻ എന്ന് പറഞ്ഞാൽ 3 കൂടി ഒരുമിച്ചുള്ള ആഘോഷമാണ്. അങ്ങനെ പോകുന്നത് ഇപ്പോൾ സെപ്റ്റംബറിലൊരു പോക്ക്, ഡിസംബറിലൊരു പോക്ക്, ഏപ്രിലൊരു പോക്ക്. മിമിക്രി കലാകാരന്മാർക്ക് തൻ്റെ മിമിക്രിയിലുപരി
വ്യത്യസ്തമായ പല കലകളും ഉണ്ട്. ചിലവർ വരക്കാരാണ്, ചിലവർ പാട്ടുകാരാണ്, ചിലവർ നൃത്തം. അതുപോലെ തന്നെ ജോഷിക്ക് ഡ്രൈവിംഗ് ഒരു കലയാണെന്ന് എനിക്കറിയാം. വണ്ടി വരുമ്പോൾ നിർത്തിയിട്ട് ഓടണ ഒരു കലയുണ്ട്. വേറെന്ത് കലാരൂപ അറിയാം? ഇല്ല, മിമിക്രിക്കാര് ആക്ച്വലി അവര് പാട്ട് അവരെന്തായാലും അവരുടെ ബ്ലഡിലുണ്ട്. മനോജ് പാടും, ഞാൻ നന്നായി പാടുന്ന ഒരിതാണ്. നമ്മൾ അത്രയ്ക്ക് നന്നായി പാടില്ലെങ്കിലും എന്തായാലും നമ്മൾ ചിലപ്പോൾ പാടി വരുമ്പോൾ അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് പാടാൻ പറ്റുന്നത് ചിലർ വിചാരിക്കും ഇതെങ്ങനെ ഇത് പാടിയത് ഭയങ്കര സംഭവമായിട്ടില്ല എന്ന് വിചാരിക്കും. കാലം പോയ പോക്കു കണ്ടോടിയേ പെണ്ണാളെ, കാലം പോയ പോക്കു കണ്ടോടിയേ, കാലം പോയ പോക്കു കണ്ടോടിയേ പെണ്ണാളെ, കാലം പോയ പോക്കു കണ്ടോടിയേ. ഇടിവെട്ടി മഴ പെയ്യണ നേരത്ത് തുടി കൊട്ടി മനം തുള്ളുന്നേ, ഇടിവെട്ടി മഴ പെയ്യണ നേരത്ത് തുടി കൊട്ടി മനം തുള്ളുന്നേ, കൂരയുടെ മൂല കുലുങ്ങണടിയേ പെണ്ണാളെ, കൂരയുടെ മൂല കുലുങ്ങണടിയേ, കാലം പോയ പോക്കു കണ്ടോടിയേ പെണ്ണാളെ, കാലം പോയ പോക്കു കണ്ടോടിയേ. ജോഷി ആരാ പറഞ്ഞത് ജോഷി പാടില്ല എന്ന്? മനോഹരമായി പാടിയിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇനി ജോഷിയെ വിളിക്കുമ്പോൾ പ്രോഗ്രാമിൽ ഇന്നസെന്റ് മാത്രമല്ല, നല്ലൊരു ഗായകൻ കൂടിയാണ്. നല്ല നാടൻ പാട്ടും പാടും അടിപൊളിയായിട്ട്. അപ്പോൾ വളരെയധികം സന്തോഷം. എന്നെങ്കിലും കാറുമായിട്ട് എറണാകുളം സൈഡിലേക്ക് വരികയാണെന്ന് പറഞ്ഞേക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കാനാണ്. ബ്ലോക്ക് കാണുന്നുണ്ടല്ലോ. താങ്ക് യു ജോഷി, താങ്ക് യു. എന്തായാലും മനോജ് ഇപ്പൊ പറഞ്ഞൊരു കാര്യം, ഇനി നമ്മൾ ഇനി വേറൊരു രീതിയിൽ കാണുമ്പോൾ എന്തായാലും കാറുമായിട്ടായിരിക്കും മനോജിന്റെ അടുത്തേക്ക് വരുന്നത്. അതുവരെ പ്രേക്ഷകർ ഇനി ഓപ്പോസിറ്റ് ഒരു വാഹനം വരുത്താതെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു. ശരി.